നമസ്കാരം. ശ്രീപാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ വിഷ്ണു ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദശാവതാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ദശാവതാര വിവരണങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണെങ്കിലും സമ്പൂർണ്ണ അവതാരക്രമത്തെക്കുറിച്ചിട്ട് അജ്ഞരാണ് പലരും. ശ്രീ മഹാഭാഗവതത്തിൽ ഇതിനെക്കുറിച്ച് നന്നായി വിവരിക്കുന്നുണ്ട്. അതായത് ഭഗവാൻ വിഷ്ണു ദശാവതാരങ്ങളെ കൂടാതെ പിന്നീട് അതിനു പുറമെ 16 അവതാരങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 26 വിഷ്ണു അവതാരങ്ങളെയും ഭാഗവതത്തിൽ പറയുന്ന ക്രമത്തിൽ നമസ്കരിക്കാറുണ്ട്. അതാണ് സമ്പൂർണ്ണ അവതാര നമസ്കാരം. ഇങ്ങനെ ഈ 26 അവതാരങ്ങളെയും നമ്മൾ നിത്യം നമസ്കരിക്കുകയാണെങ്കിൽ ഐശ്വര്യം, സാമ്പത്തിക അഭിവൃദ്ധി, രോഗശാന്തി, ഭാഗ്യവർദ്ധന, സൽസന്താന ലാഭം, കുടുംബസമാധാനം തുടങ്ങിയവയ്ക്കെല്ലാം വിഷ്ണുവിൻ്റെ പ്രീതി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പണ്ഡിതാചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അവതാര നമസ്കാരം എന്ന് നമുക്ക് നോക്കാം. ഓം സനകായ നമഃ. ഓം സനന്ദായ നമഃ. ഓം സനാതനായ നമഃ. ഓം സനൽകുമാരായ നമഃ. ഓം വരാഹായ നമഃ. ഓം നാരദായ നമഃ. ഓം നരനാരായണായ നമഃ. ഓം കപിലായ നമഃ. ഓം ദത്താത്രേയായ നമഃ. ഓം യജ്ഞായ നമഃ. ഓം വൃഷഭായ നമഃ. ഓം പൃഥവേ നമഃ. ഓം മത്സ്യായ നമഃ. ഓം മോഹിനീരൂപായ നമഃ. ഓം കൂർമായ നമഃ. ഓം ഗരുഡായ നമഃ. ഓം ധന്വന്തരമൂർത്തയേ നമഃ. ഓം നരസിംഹായ നമഃ. ഓം വാമനായ നമഃ. ഓം പരശുരാമായ നമഃ. ഓം വേദവ്യാസായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ബലഭദ്രായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീബുദ്ധായ നമഃ. ഓം ഗർഗിനേ നമഃ.